നമസ്കാരം. മിമിക്രി ആർട്ടിസ്റ്റും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ഒക്കെ ആയിട്ടുള്ള മഹേഷ് കുഞ്ഞുമോന്റെ അവസ്ഥ നിങ്ങൾ കേട്ടില്ലേ? വി ഡി സതീശനെ വി ഡി സതീശൻ സാറേ എന്ന് വിളിക്കാത്തത് കൊണ്ട്, മുഖ്യമന്ത്രി വി ഡി സതീശ എന്ന് വിളിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ, സൈബർ ഇടങ്ങളിൽ മഹേഷ് കുഞ്ഞുമോൻ പോലും അറിയാതെ അദ്ദേഹത്തെ വലിയ രീതിയിൽ തന്നെ, അദ്ദേഹം പോലും മനസ്സിൽ പോലും വിചാരിക്കാത്ത രീതിയിൽ പലതിനെയും വളച്ചൊടിച്ചുകൊണ്ട് ആക്രമണങ്ങൾ നടത്തുകയാണ് വി ഡി സതീശൻ സൈബർ ഓൺലൈൻ സംഘങ്ങൾ. എന്തായാലും ഇന്നിപ്പോ അദ്ദേഹം ഈ പറയുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിലൊരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം. പ്രിയപ്പെട്ട എല്ലാവർക്കും, അയർലൻഡിൽ നടന്ന ഒരു സ്റ്റേജ് പരിപാടിക്കിടെ ഞാൻ ശ്രീ വി ഡി സതീശൻ സാറിന്റെ ശബ്ദം അനുകരിച്ച് ഒരു പെർഫോമൻസ് അവതരിപ്പിച്ചിരുന്നു. LED വാൾ പിക്ചർ വരാതെ അല്പം സമയമെടുത്തപ്പോൾ LED വാൾ ചെയ്തിരുന്ന വ്യക്തിയോട് സ്ക്രീനിൽ കാണിക്കേണ്ട ചിത്രത്തിന്റെ ഫയലിന്റെ പേര് അറിയിക്കുന്നതിനായാണ് ഞാൻ മൈക്കിലൂടെ വി ഡി സതീശൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ സർ എന്നോ മുഖ്യമന്ത്രി എന്നോ ചേർത്ത് പറഞ്ഞിരുന്നില്ല. അത് ബഹുമാനക്കുറവ് കാണിക്കാനോ അദ്ദേഹത്തെ അപമാനിക്കാനോ വേണ്ടിയല്ല. സാങ്കേതിക ആവശ്യത്തിനായി ഫയലിന്റെ പേര് മാത്രം പറഞ്ഞതാണ്. എന്നാൽ ആ വീഡിയോയുടെ ഒരു ഭാഗം മാത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ ഞാൻ അദ്ദേഹത്തെ ബഹുമാനമില്ലാതെ അഭിസംബോധന ചെയ്തുവെന്ന രീതിയിൽ ചിലർക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടായി. എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഈ സാഹചര്യം കാരണം ആർക്കെങ്കിലും വിഷമമോ വേദനയോ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഹൃദയപൂർവ്വം ക്ഷമ ചോദിക്കുന്നു. ആരെയും വേദനിപ്പിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുക എന്നത് എന്റെ ഉദ്ദേശമല്ല. എല്ലാവരെയും ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. അതോടൊപ്പം അഭിപ്രായ വ്യത്യാസങ്ങൾ മാന്യതയോടെ പ്രകടിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. വ്യക്തിപരമായി അസഭ്യം പറയുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന സന്ദേശങ്ങൾ ഒരാളെ മാനസികമായി ഏറെ വേദനിപ്പിക്കും. പരസ്പര ബഹുമാനവും മനുഷ്യസ്നേഹവും കാത്തുസൂക്ഷിക്കാൻ എല്ലാവരും ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നെ സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. സ്നേഹപൂർവ്വം മഹേഷ് കുഞ്ഞുമോൻ എന്നാണ് പറയുന്നത്. സത്യത്തിൽ അത് കേട്ടപ്പോൾ നമുക്ക് തന്നെ ഒരു സങ്കടം തോന്നി, അല്ലേ? അദ്ദേഹം നല്ലൊരു മികച്ച മിമിക്രി ആർട്ടിസ്റ്റ് ആണ് കേട്ടോ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്, ഒരു തർക്കവുമില്ല. അദ്ദേഹം പല വേദികളിലും പല രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ അദ്ദേഹം അനുകരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ ആ രീതിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ ആ ഫയലിന്റെ പേര് പറഞ്ഞു കൊടുത്തതാണ്. വടശ്ശേരി ദാമോദര മേനോൻ എന്ന് സാർ എന്ന് പറഞ്ഞ് നമുക്കൊരു ഫയലിന് പേരിടാൻ പറ്റുമോ? അല്ലെങ്കിൽ വടശ്ശേരി ദാമോദര മേനോൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് നമുക്കൊരു ഫയലിന് പേരിടാൻ പറ്റുമോ? അപ്പോൾ വളരെ ഷോർട്ടായിട്ടാണ് നമ്മൾ പേരിടുക. മിക്കപ്പോഴും എല്ലാവരും ഈ ഫയലിനൊക്കെ പേരിടുന്ന എല്ലാവർക്കും അറിയാം, വളരെ ഷോർട്ടായിട്ടായിരിക്കും നമ്മൾ പേരിടുക. അപ്പോൾ അങ്ങനെ ഒരു പേരിട്ടത് പറഞ്ഞു കൊടുത്തത് ഏതോ ഒരു നീലക്കുയിലൻ അത് അങ്ങ് പ്രചരിപ്പിക്കുന്നു. ശേഷം ഈ പറയുന്ന ഇദ്ദേഹത്തെ വലിയ രീതിയിൽ തന്നെ ആക്രമിക്കുകയാണ്, പലരും ആക്രമിക്കുകയാണ്. ഈ സമയം വരെ ഈ ആക്രമണങ്ങൾ നടത്തിയതിന്റെ സ്ക്രീൻഷോട്ടുകൾ അടക്കം അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. ഈ സമയം വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ ഒരക്ഷരം ഈ പാവത്തിനെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആക്രമിക്കല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ഒന്നും കണ്ടില്ല, അല്ലേ? എന്നാലൊരു മുഖ്യമന്ത്രി എന്താണ് ചെയ്യേണ്ടത്? നല്ലൊരു കലാകാരനാണ് അദ്ദേഹത്തെ. ഇപ്പൊ പലരും ഇദ്ദേഹത്തിന്റെ കുറെ സൈബർ സംഘങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ അങ്ങനെ ആക്രമിക്കില്ല കേട്ടോ. അദ്ദേഹത്തിന് ഒരു അബദ്ധം സംഭവിച്ചതാണ്, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് കേട്ടോ എന്ന് പറഞ്ഞൊന്ന് രംഗത്തേക്ക് വരാമല്ലോ. എന്നാൽ രംഗത്തേക്ക് വരുന്നേ ഇല്ല എന്നുള്ളതാണ്. ഇനിയിപ്പോ ഇതുമായി ബന്ധപ്പെട്ട് വി ഡി സതീശനോട് ചോദ്യം ചോദിച്ചാൽ മൂപ്പര് മിക്കവാറും പറയാൻ സാധ്യതയുള്ള ഒരു ഉത്തരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, പഠിച്ച ശേഷം ഉത്തരം പറയാം എന്നായിരിക്കും. ഇതൊരു വല്ലാത്ത രീതിയിലുള്ള വിസ്മയമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതായത് കലാകാരന്മാർക്ക് പോലും, അല്ലാത്തവർക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി കേരളത്തില്, അവർക്ക് പോലും ജീവിക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് പോവുകയാണ് സാഹചര്യങ്ങൾ എന്നുള്ളതാണ്. സാർ എന്ന് വിളിക്കണം, മുഖ്യമന്ത്രി എന്ന് വിളിക്കണം, അങ്ങനെയൊക്കെയാണ് റാസാവിനെ വിളിക്കാൻ പാടുള്ളൂ എന്ന തീട്ടൂരവുമായി സൈബർ ഇടങ്ങളിൽ വരുന്നവന്മാരൊക്കെ ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണെന്ന് മനസ്സിലാകുന്നില്ല. എടോ, ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന ആള് എങ്ങനെയാണോ മുഖ്യമന്ത്രി ആയത്? ഈ മഹേഷിനെ പോലുള്ള നിരവധി ആളുകൾ വോട്ട് ചെയ്താണ് അദ്ദേഹത്തേക്ക് മുഖ്യമന്ത്രിയാക്കിയത്. ഇന്ന് അദ്ദേഹം താമസിക്കുന്ന വീട്, അദ്ദേഹം സഞ്ചരിക്കുന്ന വണ്ടി, അദ്ദേഹം ഇടുന്ന വസ്ത്രം, ഇതൊക്കെ എന്റെ നിങ്ങളുടെയൊക്കെ നികുതിപ്പണമാണ്, അല്ലാതെ മൂപ്പരെവിടെയും പോയിട്ട് പണിയെടുത്തുണ്ടാക്കിയ പൈസ കൊണ്ടല്ല. അപ്പോ സ്വാഭാവികമായും അദ്ദേഹമാണ് നമ്മളോട് വിധേയത്വം കാണിക്കേണ്ടത്, മുഖ്യമന്ത്രിയാണ് വിധേയത്വം കാണിക്കേണ്ടത്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വിട്ട ഒരു 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 വോട്ടറെ, അല്ലെങ്കിൽ ഒരു ഏറ്റവും ഒരു വേണ്ടപ്പെട്ട ഒരാളെ ഇങ്ങനെ കടന്നാക്രമിക്കുമ്പോൾ അദ്ദേഹം നിശബ്ദതയുടെ കുപ്പായം അണിയുകയാണ്. ഞാൻ ഈ നിമിഷത്തിൽ ഒരു കാര്യം കൂടി ആലോചിച്ച് പോവുകയാണ് കേട്ടോ. ഈ നീലക്കുയിൽ എന്ന് നിങ്ങളൊക്കെ കേട്ടിട്ടില്ല? ഈ നീലക്കുയിൽ എന്ന് പറയുന്ന മീഡിയ നമ്മുടെ സലീം കുമാർ മരിച്ച സമയത്ത് അവിടെ വന്നിട്ട്
വളരെ വൈകാരികമായിട്ടുള്ള രംഗങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി ക്യാമറ ഒക്കെ എടുത്തിട്ട് ഇങ്ങ് വരുന്നുണ്ട്. അവസാനം ഗതി കെട്ടപ്പോ ഈ സലീംകുമാറിന്റെ മകൻ ചന്തു ഇവരോട് പൊട്ടിത്തെറിക്കുന്ന കാഴ്ച കണ്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ഈ പറയുന്ന നീലക്കുയിലാണ് ഈ സാധനം വലിയ ഇഷ്യൂ ആക്കിയത്. ഈ നീലക്കുയിലിന്റെ വാളി കയറി നോക്കി നമുക്ക് എന്താ കാണാൻ സാധിക്കും അറിയാമോ? മൊത്തം ഈ മുഖ്യമന്ത്രിയുടെ പല വീഡിയോകളാണ് കൂടുതലും കാണുന്നത്. തിരഞ്ഞെടുപ്പ് സമയത്ത് UDF അവർക്ക് ജയിക്കാൻ വേണ്ടി നുണകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ ദത്തെടുത്ത ഒരു ഓൺലൈനാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുവഴിയായിരുന്നു ഈ പറയുന്ന മുഴുവൻ ഈ സാധനങ്ങൾ അടിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അത് മുഖ്യമന്ത്രി ആയ ശേഷവും ഇദ്ദേഹത്തിന്റെ പല വീഡിയോയും അതിൽ കാണുന്നു എന്നുള്ളതാണ്. എന്നാൽ എന്താണ് അതിൽ വരുന്ന വീഡിയോ കണ്ടന്റുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്? സിനിമാ മേഖലയിലുള്ള പല സ്ത്രീകളുടെയും ഒക്കെ പല രീതിയിലുള്ള ദൃശ്യങ്ങൾ അതിൽ പ്രചരിപ്പിച്ച് പലപ്പോഴും പല ഘട്ടത്തിലും സിനിമാ മേഖലയിലുള്ള സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും നടന്മാരും നടിമാരും ഒക്കെ ഈ നീലക്കുയിൽ മീഡിയയ്ക്ക് രംഗത്തൊന്നും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ നാടിനൊരു ശല്യമാണത്. അപ്പൊ അങ്ങനത്തെ ഒരു മീഡിയയെ എന്തിനാണ് ഒരു സർക്കാർ പ്രൊമോട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഇവിടുത്തെ പല മാധ്യമങ്ങൾക്കും കിട്ടാത്ത രീതിയിലുള്ള വളരെ സൂം ചെയ്തുകൊണ്ടുള്ള പല ക്ലോസപ്പ് ഷോട്ടുകൾ ഇവർക്ക് കിട്ടുകയാണ്. എങ്ങനെ, ആരാണ് ഇത് ഇവർക്ക് എടുത്തു കൊടുക്കുന്നത്, ആരാണ് ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നത്, അവര് എന്താണ് തിരിച്ച് ചെയ്തു കൊടുക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ ക്യാപ്ഷനുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? പിണറായി വിജയൻ ചിരിച്ചില്ല, എന്തായിരിക്കും കാരണം? ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇട്ട് കടന്നാക്രമിക്കാൻ വേണ്ടി, അത് എതിർ പാർട്ടികളെ കടന്നാക്രമിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം അവർ ഒരുക്കും. നോക്കൂ, ഒരു മുഖ്യമന്ത്രി പോലും ഞങ്ങളുടെ കയ്യിലാണെന്നൊരു തോന്നൽ ചില മീഡിയകൾക്ക് വരുമ്പോഴാണ് അവർ അധപ്പതിക്കുന്നത്. ഇപ്പൊ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? നീലക്കുയിൽ എന്ന് പറയുന്നവർ നേരത്തെ ഈ പറയുന്ന പോലെ സിനിമാ മേഖലയിലുള്ളവർക്ക് മാത്രമായിരുന്നു ശല്യം കേട്ടോ. ഇപ്പോ പൊതുരംഗത്തുള്ള എല്ലാവരുടെയും രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാവരുടെയൊക്കെ പടങ്ങൾ എടുത്തു തുടങ്ങി. ഇവരുടെ തന്നെ ഈ പറയുന്ന സർക്കാരിലെ ഒരു MLA എന്താണ് പറഞ്ഞത്? ഈ നീലക്കുയിൽ മീഡിയക്ക് രംഗത്തേക്ക് വന്നില്ല. അങ്ങനെ എത്ര സംഭവങ്ങളാണ് നടക്കുന്നത്. അപ്പോ വിതച്ചതേ കൊയ്യൂ എന്നൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കണക്കിനാണ് പോക്കെങ്കിൽ മിസ്റ്റർ VD സതീശ 5 വർഷം തികയ്ക്കുന്നത് തന്നെ വലിയ പാടായിരിക്കും. 5 വർഷം കഴിഞ്ഞ് ഒരു തുടർഭരണം നോക്കുക വേണ്ട. കാരണം അത്രത്തോളം വെറുപ്പിച്ച് കഴിഞ്ഞു നിങ്ങളുടെ സർക്കാർ എന്നുള്ളതാണ്. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് നുണ പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ പറ്റിച്ചു. ഇപ്പൊ ഇങ്ങനെ ചില സംഭവങ്ങളും മുറുക്കി കുത്തി ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചല്ലോ ഈ കേരളത്തെ. എപ്പോഴാ കറണ്ട് പോകണമെന്ന് അറിയില്ല. ഇന്ദിര കട്ടും പ്രിയങ്ക കട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ട്രോളുമ്പോഴും സത്യത്തിൽ ഈ ഗതികെട്ടം മെനകെട്ട ഈ കറണ്ട് കെട്ട് കാരണം സത്യത്തിൽ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. എന്ത് ഗവൺമെന്റ് ആണോ, തനക്ക് ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ ഗവൺമെന്റിനെ നോക്കിയിട്ട്. ഒരു രീതിയിലുള്ള ദീർഘവീക്ഷണം ഇല്ലാത്ത, ഒരു വിഷയത്തെ എങ്ങനെ പരിഹരിക്കണമെന്ന് അറിയാത്ത, ഒരു ലോട്ടിലോട് കൂടായ്പ സർക്കാർ എന്നല്ലാതെ ഒന്നും ഇതിനെ പറയാനില്ല. ഒന്നാം തരം സർക്കാർ കേരളം ഭരിച്ചുകൊണ്ടിരുന്നതാണ്. ഒന്നാം തരം സർക്കാർ 916 സർക്കാർ ഇവിടെ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പവർ കട്ടും ഉണ്ടായിരുന്നില്ല. കുറെ ഇവിടുത്തെ കുത്തിത്തിരിപ്പ മാധ്യമങ്ങളുടെയൊക്കെ ചൊറിച്ചില് കാരണം ഉള്ള നുണ മുഴുവൻ ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞു വരുത്തി ആ സർക്കാരിനെ താഴെ ഇറക്കി. ഇപ്പൊ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അനുഭവിക്കുക എന്നല്ലാതെ ഒന്നും പറയാനില്ല. ചോദിച്ചു മേടിച്ചതല്ലേ, അല്ലാതെ എന്തു പറയാനാണ്?